ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഇന്നൊരു പുതിയ സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഥ കേൾക്കാം. കാറ്റിൽ പാലപ്പൂവിൻ്റെ മണം. 8 കിലോമീറ്റർ വരെ പാലപൂത്ത ഗന്ധം എത്തുമെന്നാ പറയാറ്. ഫൈസൽ ഒന്നുകൂടി ആഞ്ഞു വലിച്ചു കയറ്റി. ആരായാലും മയങ്ങിപ്പോകും. പക്ഷേ ഒരു നേരിയ ഒരു സുഗന്ധം മാത്രമേ ഇപ്പോഴുള്ളൂ. ബാപ്പയുടെ കൂടെ ഒരാഴ്ചത്തേക്ക് കമ്പനിക്ക് അവധിക്കാലം ചെലവഴിക്കാൻ വന്നതാണ് ഫൈസൽ. പക്ഷേ രാവിലെ തോട്ടമൊന്ന് കറങ്ങിയിട്ട് വന്നാൽ പിന്നെ ബോറടിയാണ്. സ്വല്പം റേഞ്ച് എടുക്കണമെങ്കിൽ ഫോൺ അറിഞ്ഞു പിടിക്കണം. എങ്കിലും വൈകുന്നേരങ്ങളിൽ കാര്യം ഉഷാറാണ്. ബാപ്പയും കൂട്ടുകാരും കൂടി വെടിവെക്കാൻ കാട്ടിലേക്ക് ഇറങ്ങും. കൂടെ പോയാൽ നല്ല രസമാണ്. ഇടനേരത്തെ ബോറടി മാറ്റാൻ മാവിൽ കല്ലെറിഞ്ഞും കാക്കയോടും കാറ്റിനോടും കളി പറഞ്ഞ് നിൽക്കുന്ന ഒരു ഉച്ചയ്ക്കാണ് പാലപൂത്ത മഴ മടിച്ചത്. വാച്ച്മാൻ നിസാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, തോട്ടത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിലെ അതിരിൽ നിന്ന് കൊഴി മാറി ഏതോ കവക്കാരി ഉഷയുടെ വീട്ടുവളപ്പിൽ ഒരു പാലയുണ്ടെന്നാണ്. ഫൈസലാണെങ്കിൽ ഇതുവരെ പാലമരം നേരിട്ട് കണ്ടിട്ടില്ല. എന്താ ഒരു പണം? ഞാൻ ഇതുവരെ പാല കണ്ടിട്ടില്ല. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഫൈസലിന് ഭയങ്കര ആകാംക്ഷ. എൻ്റെ ഞാനില്ല, എനിക്ക് കുടുംബവും കുട്ടികളും ഉള്ളതാ. നിസാർ സ്പോട്ടിൽ കൈകഴുകി. അതെ, ഉഷയുടെ സ്ഥലവാ. പിള്ളേരെന്നല്ല, നാട്ടുകാരും ആ വഴി നടക്കത്തില്ല. ഓർഡർ ചെറുക്കാം. വഴി ചോദിച്ചതിന് അടുക്കളയിൽ പണിക്ക് നിൽക്കുന്ന കിളറിയും മാട്ടി വിട്ടു. അടുക്കളക്കാരിക്ക് അല്ലെങ്കിലും ഫൈസൂന് ഒരു ബഹുമാനമില്ല. പക്ഷേ ഒരു കുഴപ്പം, ഇതേ പല്ലവി തന്നെയാണ് കേട്ടവരെല്ലാം പറയുന്നത്. അവിടം കൊള്ളില്ല, അങ്ങോട്ട് പോകരുത്, പിള്ളേരിതൊന്നും അന്വേഷിക്കരുത്, പോടാ വാടാ. ആകെ മറ്റൊരു മുഖമറ. ഒന്നുമില്ലെങ്കിലും 19 വയസ്സായ ഒരു യുവാവല്ലേ ഫൈസു. നാട്ടുകാരി പറ്റിട്ടെന്റെ മക്കള്. അഴിപ്രശ്നം കേട്ടപാടെ പണിക്കറാഞ്ഞാടി. തുപ്പൽ കുറച്ചൊക്കെ ഫൈസുവിന്റെ ദേഹത്തും തെറിച്ചു. എന്നാലും സാരമില്ല. ഒരു $100 കൊടുത്തപ്പോ പാലയുടെയും ഉഷയുടെയും അക്ഷാംശവും ദശാംശവും അടക്കം ചരിത്രവും എല്ലാം ഫൈസുവിന് നല്ല ഭംഗിയായി മിസ്റ്റർ പണിക്കർ വിവരിച്ചു കൊടുത്തു. കാര്യം അങ്ങേറ്റ തലയ്ക്ക് അല്പം അസുഖമുണ്ട്. പക്ഷേ പഴയ ബാക്കസാണ്. തൽക്കാലം വീട് തോറും കയറി ഇറക്കാനാണ് ഇപ്പോഴത്തെ വരുമാന മാർഗം. പണിക്കരുടെ വിവരണം കൂടി കേട്ടതോടെ ഫൈസൂന് എങ്ങനെയും ഉഷയുടെ തട്ടകത്തിലെത്തിയാൽ മതിയെന്നായി. എന്താന്ന് വെച്ചാ കളവക്കാരി ഉഷ പശുവിനെ മാത്രമല്ല കളക്കാറുള്ളത്. സംഭവം ഏതാന്ന് അത് തന്നെ. കുറച്ചു കാലം മുമ്പ് വരെ അവരുടെ നിത്യ സന്ദർശകനായിരുന്നു മിസ്റ്റർ പണിക്കർ. ഒരു ദിവസം വീട് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവസാനം നാട്ടുകാരെ പിടിച്ചെന്നോ തലക്കെട്ട് കൊട്ടിയെന്നോ കത്തിച്ചെന്നോ പിടിച്ചെന്നോ എന്തൊക്കെയോ ആയി. ഏതായാലും ആശാന് മട്ടായതിൽ പിന്നെ കളവക്കാരി അങ്ങോട്ട് അടുപ്പിച്ചു കാണാൻ വഴിയില്ല. ഉഷയ്ക്കിപ്പോ ഒരു 40-45 വയസ്സ് കാണുമായിരിക്കും. സർവഗുണസമ്പന്ന, നല്ല എക്സ്പീരിയൻസ്, ഒറ്റയ്ക്കുള്ള താമസം, വിശാല മനസ്ക. മൊത്തത്തിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു പയ്യനെ സംബന്ധിച്ച് ഉൾപ്പുള്ളതും കൊള്ളിക്കുന്ന പ്രൊഫൈൽ. വൈകുന്നേരം 3 മണി കഴിഞ്ഞപ്പോഴേ ബാപ്പയും നിസാറും റൈഫിളും എടുത്ത് കാട്ടിലേക്ക് കയറി. ഇനി രാത്രി നോക്കിയാൽ മതി. അത് നന്നായി. ഫൈസൂന് ഇതിനു മുമ്പ് ഒരിക്കൽ ഉത്തമ സുഹൃത്ത് രാഹുലിന്റെ കൂടെ ഒരു ധൈര്യത്തിന് കൂടെ പോയിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ രാഹുലിന്റെ വീരകഥകൾ കേട്ടിട്ട് ഫൈസുവിനും ഒരു വീരപുരുഷ കേസരിയാക്കാൻ ആഗ്രഹമൊക്കെയുണ്ട്. പക്ഷേ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന ഒരു കുടുംബത്തിലെ കന്യയായി പോയില്ലേ. 6 മാസമായി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നു. ഇവിടെ ഹൈ റേഞ്ചിലാകുമ്പോൾ നാട്ടുകാർക്ക് തന്നെയും അറിയില്ല, വീട്ടുകാർക്ക് ഉഷയും അറിയില്ല. എന്നാ പിന്നെ പൂത്ത ബാധ കാണാലോ എന്ന് വിചാരിച്ച് വെള്ളിയാഴ്ച നല്ല ദിവസം നോക്കി 500-ന്റെ 2 ഗാന്ധിയും മതിയാകുമോ എന്തോ കീശയിലെത്ത് ഞെരടിക്കൊണ്ട് ഉഷയുടെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. വീടിന് മുന്നിൽ എത്തിയപ്പോഴേ മനസ്സിലായി. കല്ല് കെട്ടിയ കിണറിന്റെ വലതുവശത്ത് മൂലയിലായി ഒരു നെടുപിരിയൻ പാല സുഗന്ധം പൊഴിച്ചു നിൽക്കുന്നു. മുറ്റത്ത് വേറെ അധികം ചെടികളൊന്നുമില്ല. സമയം 5 മണിയേ ആയിട്ടുള്ളൂ. എങ്കിലും കോട ഇറങ്ങിയിട്ടുണ്ട്. പാലയുടെ ഉയരം കാണാൻ വയ്യ. കുറച്ചപ്പുറത്തായി അവിടെ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് ഓടുമേഞ്ഞ ചെറിയ വീട്.
തിണ്ണയിലൊരു കരിമ്പൂച്ച കാല് പൊക്കി സ്വയം ബോഡി ക്ലീനിങ്. മുറ്റത്ത് 4-5 കോഴികളും. വളർത്തുന്ന പൂച്ചയാകും. തൊഴുത്തും കോഴിക്കോടും ഒക്കെ പുറകിലായിരിക്കും. ചാണകത്തിന്റെ നാറ്റമൊന്നുമില്ല. നല്ല വൃത്തിയായി തൂത്തിട്ടിരിക്കുന്ന വലിയ മുറ്റം. വ്യക്തിവിധിക്ക് ചുറ്റതും അങ്ങോട്ടും ഇങ്ങോട്ടും 2 റൗണ്ട് മാർച്ച് ചെയ്തു. അകത്തേക്ക് വഴിച്ചു നോക്കി. പുറത്താരെയും കാണാനില്ല. ഇതിപ്പോ എങ്ങനെയാ? ചേച്ചീന്ന് നീട്ടി വിളിച്ചാലോ? വേണ്ട, നാട്ടുകാര് നാളുകൾ ഇവിടെ എവിടെയെങ്കിലും കാണും. ആരുണ്ടോ ചേച്ചിയെന്ന് വിളിച്ച് ചോദിക്കാം. അല്ലേ വേണ്ട, കല്ലെടുത്തറിയാം. ഇനി അവിടെ ആരും ഇല്ലെങ്കിലോ? അല്ലേ തന്നെ സന്ധ്യയ്ക്ക് ഏതെങ്കിലും നാറി വരുമെന്ന് കരുതുവോ? അങ്ങനെ വേലിക്ക് മുന്നിൽ നിന്ന് തല ചൊറിയുകയാണ് യൂത്തൻ ഫൈസു. ഇനി ഇത് തന്നെയാണോ സ്ഥലം? ഇവൻ ഏതായി മന്ദം കൊണ്ടപ്പ എന്ന മറ്റ് ഫൈസലിനെ നോക്കിയിട്ട് തിണ്ണയിലിരുന്ന പൂച്ച അകത്തേക്ക് കയറിപ്പോയി. കരിമ്പൂച്ചയാണ്. ശകുനക്കേറാണല്ലോ പടച്ചോനെ. യാരിൽ എങ്ങനെ വേണം? നീർക്കാക്കിയുടെ പോസി അകത്തേക്ക് നോക്കി നിന്നിരുന്ന ഫൈസലിന്റെ പിന്നിൽ പെട്ടെന്നൊരു ചീറ്. എന്റെ ഫൈസൽ ഉഷയുടെ വേലി ചവിട്ടി പറിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഹൈജമ്പ് ചെയ്തു. തൊട്ടപ്പുറത്ത് നിന്ന പൂവനും പിടയും ജീവനെ കൊണ്ട് പുറപ്പുറത്തേക്ക് ചാടിക്കേറി. യാരടാ നീ? ചവിട്ടുകൊണ്ട് വീണ നെയ്മറെ പോലെ ശവാസനത്തിൽ കിടക്കുന്ന ഫൈസലിനെ നോക്കി ഉഷ ചോദ്യം ആവർത്തിച്ചു. അവൻ തല പൊന്തിച്ചു. കൈയും കാലും ഒക്കെ പോയി ചോര പൊടിയുന്നുണ്ട്. നീറുന്നു. അവൻ എഴുന്നേറ്റിരുന്ന് തല തടവി. മുന്നിലൊരു പെൺരൂപം. തലയിൽ എന്തോ ഉണ്ടല്ലോ. ഒരു കൊട്ടയാണ്. ബ്ലൗസും കൈലിയുമാണ് വേഷം. ഒരു തോർത്തും കൊണ്ട് മേത്തുണ്ട്. ഒരൽപ്പം തരിച്ച പ്രകൃതം. വലത് കയ്യിലൊരു കത്തി. ഫൈസൽ ചവിട്ടിപ്പൊളിച്ചിട്ട വേലി മറികടന്ന് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി. ഇനി അവൾ കത്തിയെന്ന് അനുവദിച്ച് കാച്ചിയാലോ? മണ്ട തട്ടിയാ? കത്തിയും കുട്ടിയും എടുത്തിട്ട് ഉഷ ഫൈസലിനെ എടുത്തിരുന്നു. അവൾ ഫൈസലിന്റെ തല പിടിച്ച് തിരുമ്മി. തല തിരുമുന്ന ഉഷയെ നോക്കി ഒന്നും മനസ്സിലാക്കാതെ ഫൈസലിരുന്നു. നോട്ടം മനസ്സിലാക്കിയ ഉഷ തല തിരുമ്മ നിർത്തി അവനോട് ചോദിച്ചു, യാരടാ നീ? എങ്ക എന്നെ വേണ്ടേ? അത് ഞാൻ അന്ത്യേ എങ്ക പാല ഉഷ. ஆமா, நான் தான் உஷா. அப்புறம் என்ன, பால் வேணாமா? அதன் எதுக்கு திருட்டு பசங்க மாதிரி வந்து குறு நோய் நினைக்கிறேன். என் வேலையும் போச்சு. ഉഷ തലയിൽ കൈവച്ചു. ഫൈസൽ നിഷ്കളങ്കമായി പല്ലിളിച്ചു. അച്ഛരാ, ഇളിയെ പാര്. എത്ര ലിറ്റർ വേണം? കാലയ്ക്ക മാലയ്ക്ക? വീടെങ്കെ ഞാനേ കൊണ്ട് തരേ. ഉഷ എഴുന്നേറ്റ് കുട്ടയും കത്തിയും കയ്യിലെടുത്തു. ഫൈസൽ പൊടിയും തട്ടി എഴുന്നേറ്റു. ഉഷ തമിഴത്തിയായിരുന്നു. ആ ഭ്രാന്തൻ അത് പറഞ്ഞില്ലല്ലോ. എന്തായാലും അടാറ് പീസ് തന്നെ. കറുപ്പൊന്നുമല്ല, നല്ല സ്വർണ്ണ നിറം. വല്ല മലയാളിയും തമിഴത്തി പെണ്ണിന് കൊടുത്ത സമ്മാനമാകും. ഒരു 35-നകത്ത് മതിക്കുന്ന പ്രായം. ഉരുണ്ടുകൊഴുത്ത അക്കൻ. ആ പണിക്കർ പറഞ്ഞതൊക്കെ വിശ്വസിക്കാവൂ? പോരാത്തതിന് വെമ്പർ നോക്കിയൊരു കയ്യിൽ ഉഷിരൻ കത്തിയും. എന്നെ യോഷിക്കറേ, പാൽ വേണമോ വേണ്ടാമോ? ഉഷ മൂട്ടിലെ പൊടിയും തട്ടി വീട്ടിലേക്ക് നടന്നു. അത് 5 ലിറ്റർ നേരം. ഫൈസൽ പുറകെ ചെന്നു. പോവലിനെ വന്നേ. 5 ലിറ്ററാ? അതൊന്നും ഇല്ലപ്പാ, 2 ലിറ്റർ പോതുമാ. ഉഷ തെന്നയിലേക്ക് കയറി കുട്ടയും കത്തിയും മൂലക്കിട്ട് അഴിഞ്ഞ മീന മുടി കിട്ടി. പനമുന പോലത്തെ മുടി മതി. ഫൈസലും കൂടെ കയറി. എത്ര കാലേക്ക് പോതുമാ? അല്ല, ഇപ്പൊ വേണം. കോട കൂടുന്നതിനൊപ്പം ഫൈസലിന് ചെറിയ ടെൻഷനും തുടങ്ങി. ഇപ്പൊ മാ, കൊഞ്ചം ടൈം എടുക്കും. കാലയില് ചൊല്ല വേണ്ടിയതാണേ. ഒറ്റ തവണ മതി, അത്യാവശ്യമായി പോയി. അവൻ പോക്കറ്റിൽ കിടക്കുന്ന 500 നോട്ട് തപ്പി കിട്ടുന്നില്ല. കോപ്പ് മുട്ടടിക്കുന്നു. അടപ്പാവി, ശരി, കൊഞ്ച നേരം വെയിറ്റ് പണം. ഞാൻ പോയി എടുത്തിട്ട് വരെ. പാത്രം ഏതാവത് എടുക്ക. ഫൈസൽ കൈമലർത്തി. എന്നെ ഇത് ഒന്ന് പുച്ഛിച്ച് അവൾ വാതിലും ചാരി അകത്തേക്ക് പോയി. ഷടാ,
ഇതിപ്പോ പാലും ചുമന്ന് വീട്ടിൽ പോകേണ്ടി വരുമോ? നേരത്തെ പുറത്തേക്ക് അയച്ചന്ത് ചെയ്ത് പോവാനും പിഴയും നിരങ്ങി പറന്ന് തിന്നയിൽ വന്നിരുന്ന് ഫൈസലിനെ വീക്ഷിച്ചു. പോടി, കരിങ്കോഴികൾ പിടിച്ചു കറി വെച്ചാൽ ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും. ഫൈസൽ മുറ്റത്തേക്ക് ഇറങ്ങി കറങ്ങി. സ്ഥലം വിട്ടാലോ? വീലിയും ചവിട്ടിപ്പൊളിച്ച് മുട്ടും മുറിഞ്ഞ് ശരാ ആണൊരുത്തനെ കണ്ടാൽ പെമ്പ്രന്നോത്തേക്ക് മനസ്സിലാകൂലേ എന്തിനാ എങ്ങനാ എന്നൊക്കെ. ഇനിയിപ്പോ പൈസ ഇല്ലെന്ന് വിചാരിച്ചിട്ടാവുമോ? തിണ്ണയിലിരുന്ന പൂവൻ പിടിയിൽ അടുത്തേക്ക് റൊമാൻസിന് പോകുക. ഫൈസലിന് ദേഷ്യം വന്നു. സദാചാരബോധമില്ലാത്ത കോഴി. മനുഷ്യന്മാരെ നോക്കി നിൽക്കുമ്പോഴാണോ ഇതൊക്കെ? ചേച്ചി, ഫൈസൽ വീട്ടിനകത്തേക്ക് കയറി. ചെറിയ വരാന്തയും ഒരു മുറിയും കടന്ന് ഫൈസൽ അടുക്കളയിലെത്തി. അക്കാലത്തൊന്നുമില്ല. പാത്രങ്ങൾ കൂട്ടുമുട്ടുന്ന ശബ്ദം കേട്ട് അവൻ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. തൊഴുത്തിൽ എണ്ണ കറുപ്പുള്ള പശു നിന്ന് അയവിട്ടുന്നു. പശുവിന്റെ അടുത്തായി ഒരു ചരിവൻ പനിയൻ എന്ന് കറങ്ങുന്നു. എന്നെ ഇങ്ങനെ വന്ന് നിൽക്കരേ. എവിടെ നിന്നോ ഒരു കെട്ട് വൈക്കോല് മനുഷ്യ പ്രത്യക്ഷപ്പെട്ടു. അത് പിന്നെ അമ്മ വൈക്കോൽ പശുവിന് മുന്നേ കുറഞ്ഞിട്ടു. ഉനക്ക് എന്നെ പ്രശ്നം തമ്പി? ദോ ഇപ്പവേ എടുത്തു തരാൻ. ഉഷ കൈലി തുറയുടെ മുക്കാലോളം കാണത്തക്ക വിധത്തിൽ എടുത്തിരേ കുത്തി. പശുവിന്റെ അടുത്തേക്ക് ഒരു പലക വലിച്ചിട്ട് ചരിവമെടുത്ത് ഇരുതുടകൾക്കിടയിലും വെച്ച് കൊണ്ടിച്ചിരുന്നു. അക്ക പശുവിനെ കറക്കുന്നത് നോക്കി ഫൈസു നിന്നു. ഇതിനാണോ അതിന് ഞാൻ വന്നത്? ഫൈസലിന്റെ തൊണ്ട വറ്റി വരണ്ടു. കോടമഞ്ഞ് കോഴിക്കോടി വന്നു. പാലപ്പൂവിന്റെ മരം മയക്കുന്ന ഗന്ധം. സ്വപ്നത്തിൽ എന്ന പോലെ യാന്ത്രികമായി ഫൈസൽ ഉഷയുടെ അടുത്ത് ചെന്ന് കുത്തിയിരുന്നു. പാലിപാത്രത്തിലേക്ക് വീഴുന്ന താളാത്മകമായ ശബ്ദം. എണ്ണയായിട്ട് இதுக்கு முன்னாடி பொம்பளை பார்த்ததே இல்லையா? ഫൈസലിന് നോട്ടമണ്ട് ഉഷയ്ക്ക് ചിരി വന്നു. ഫൈസൽ യാന്ത്രികമായി തലയാട്ടി. നെഞ്ച് പടപടാന്ന് ഇരിക്കുന്നു. ചേച്ചി, എന്നെയാ? ഉഷ കറക്കുന്നത് നിർത്തി. നീങ്ക എന്തൊരു സുന്ദരിയാ. பார்த்தப்பഴേ നനച്ചാച്ചു. കയ്യിൽ ഏതാവത് എടുക്കാം. ഫൈസൽ പോക്കറ്റിൽ നിന്നും ഗാന്ധി തപ്പിയെടുത്തു അവനെ കാണിച്ചു. ഉഷയുടെ കണ്ണു വിടർന്നു. മുതലേ സ്വന്ന വേണ്ടിയതാനേ. ഉള്ളപ്പോയിരി, ഞാൻ എന്റെ പണി തീർത്തു വരെ. ശൃംഗാര ചുരിയോടുകൂടി ഉഷ 500 ഫൈസലിന്റെ കയ്യിൽ നിന്നും നുള്ളിയെടുത്ത് അരയിൽ തിരികെ. അവന്റെ ശ്വാസം നേരെ വീണു. അപ്പോ ചേച്ചി പൊളിയാണ്. ഞാൻ ഇവിടെ ഇരുന്നോളാം ചേച്ചി. കറക്കുന്നത് കാണാൻ നല്ല രസം. ശരി എങ്കപ്പ, നിങ്ങ എന്താ ഊര്? മുന്നാടി ഇങ്ങ് പാക്കവേ അല്ലേ? ഉഷ വേഗത്തിൽ പശുവിനെ കറക്കാൻ തുടങ്ങി. വീടാണോ? തിരുവനന്തപുരത്ത്. ബാപ്പയുടെ ഒരു ഏലത്തോട്ടം മരിച്ചു. വല്ലപ്പോഴും വരുമ്പോ ഞാനും കൂടെ കയറി വരും. എന്താ അനു അമ്മാവുടെ തോട്ടമാ? ഉഷ കര നിർത്തി ഒട്ടൊരമ്പലപ്പോടെ ചോദിച്ചു. അത് തന്നെ. സ്വാമി, அந்த பெரிய மனுஷന്റെ பிள்ளையா நீ? எதுக்கு இந்த மாதிரி இடத்துல? சின்ன பிள்ளை நீங்க. ഓ പിന്നെ ഒന്ന് പോയേച്ചി. ചിന്ന പിള്ള കോപ്പാണ്. ഫൈസൽ ഉഷയുടെ കഴുത്തിൽ ഇക്കിരിയിട്ടൊന്ന് ചിരിച്ചു. പോയി. ഉഷ കഴുത്ത് വെട്ടിച്ചു.